നമസ്കാരം, ഞാൻ സോണിയ എസ് ആർ. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഞാനും ഒരു മത്സരാർത്ഥിയാണ്. ഈ തിരഞ്ഞെടുപ്പ് ശരിക്കും വളരെ നിർണായകമാണ്. നമ്മുടെയൊക്കെ ഭാഗ്യമാണ് ഈ ഒരു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുക എന്നത് തന്നെ. കേരളത്തിലെ ഇതര യുവജന സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി ജനാധിപത്യ മതേതര ആശയങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് പ്രവർത്തിക്കുന്ന മുഖ്യധാര യുവജന സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. പലപ്പോഴും ക്യാമ്പസ് രാഷ്ട്രീയം ശരിക്കും ആളിപ്പടരുന്ന ഒരു അഗ്നിയാണ്. ഈ അണയാൻ പോകുന്ന തീ ആളിക്കത്തും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ക്യാമ്പസ് രാഷ്ട്രീയവും. കാരണം പലപ്പോഴും നമ്മുടെ ഒന്നും ആശയങ്ങൾക്ക് യോജിക്കുന്ന തരത്തിലുള്ള രാഷ്ട്രീയ ധാരകളിലേക്ക് ആയിരിക്കില്ല പലരും ചെന്നുപെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് പലപ്പോഴും അവനവന്റെ വ്യക്തിത്വം തന്നെ പണയം വെക്കുന്ന ഒരു അവസ്ഥയിൽ രാഷ്ട്രീയ ധാരകളൊക്കെ മാറ്റിവെച്ച് എല്ലാത്തിനും ഗുഡ് ബൈ പറഞ്ഞുകൊണ്ട് സ്വന്തം ജീവിതത്തിലേക്ക്, സ്വന്തം കാര്യങ്ങളിലേക്ക് മാത്രം നമ്മുടെ യുവജനത ഒതുങ്ങിക്കൂടുകയാണ് പതിവ്. ഈ പതിവിനെയൊക്കെ മാറ്റിമറിക്കുവാനായിട്ടാണ് പുതിയ ഫോർമുലയുമായിട്ട് യൂത്ത് കോൺഗ്രസ് മുന്നോട്ട് വന്നിരിക്കുന്നത്. പലപ്പോഴും നമുക്കൊക്കെ അറിയാം, മാതൃകാപരമായ ആശയങ്ങളും പ്രവർത്തനങ്ങളും കാണിക്കുകയും അത് പ്രവർത്തിച്ച് നമുക്ക് തെളിയിച്ചു തരികയും ചെയ്ത മാതൃസംഘടനയായ കോൺഗ്രസ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് മാതൃകാപരമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുവച്ചിരിക്കുന്നത് എന്താണെന്ന് പറയുന്നത് നമുക്കൊക്കെ ഒരു സ്വപ്നമാണ്. നമ്മുടെ സമൂഹത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ശരിക്കും ഒരു പ്ലാറ്റ്ഫോം, അതാണ് നമ്മുടെ യുവജനങ്ങൾക്ക് മിസ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനങ്ങൾ ശരിക്കും നീതിപരമായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ ശരിക്കും പ്ലാറ്റ്ഫോം ഇല്ല. പലർക്കും സമൂഹത്തിനോട് നന്മ ചെയ്യണമെന്നുണ്ട്, സമൂഹത്തിലെ അനീതികൾക്കെതിരെ ശബ്ദിക്കണമെന്നുണ്ട്. പക്ഷെ ശബ്ദം ഉയർത്തേണ്ടത് എവിടെയാണെന്ന് അറിയില്ല. അനാവശ്യമായിട്ട് അനവസരത്തിൽ ശബ്ദം ഉണ്ടാക്കിയത് കൊണ്ട് കാര്യവുമില്ല. അപ്പൊ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് നമുക്ക് ചൂണ്ടിക്കാണിച്ചു തരുന്ന നമ്മുടെ സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ഈ യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഒരു പങ്കാളിയാവാൻ സാധിച്ചതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഗണ്യമായ ശതമാനം വനിതകളാണ് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ, യൂത്ത് കോൺഗ്രസിന്റെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ഞാനടക്കം നമ്മുടെ എല്ലാ വനിതകളും തന്നെ മെമ്പർഷിപ്പിൽ ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ളതുമാണ്. മെമ്പർഷിപ്പിൽ നമുക്ക് ഉടനെ കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ വനിതകളുടെ വളരെയധികം വർദ്ധിച്ച ഒരു പ്രാതിനിധ്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പലപ്പോഴും എല്ലാ കാര്യങ്ങളിലും വനിതാ സംവരണം വേണമെന്ന് നമ്മുടെ ഇന്ത്യൻ വനിതകൾ മുറവിളി കൂട്ടുന്ന ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ബൂത്ത് തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ യൂത്ത് കോൺഗ്രസ് വനിതകളെ ഇത്രയേറെ പ്രാതിനിധ്യം ഉൾക്കൊള്ളിച്ചു എന്നുള്ളത് തന്നെ ശരിക്കും യൂത്ത് കോൺഗ്രസിന് എൻ്റെ പേരിലും കൂടെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം നമുക്ക് വനിതകൾക്ക് പ്രത്യേകം സംവരണം വേണമെന്ന് പറയുമ്പോഴും പലപ്പോഴും സംവരണം എഴുത്ത് രേഖകളിൽ ഉണ്ടെങ്കിലും പലപ്പോഴും പലയിടങ്ങളിൽ അവഗണിക്കുകയാണ് ചെയ്യുക. പക്ഷെ ബൂത്ത് തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ യൂത്ത് കോൺഗ്രസ് ഇത്രത്തോളം വനിതകളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ ഞങ്ങളെയൊക്കെ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾക്കൊക്കെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംഘടനയിൽ ഒരു പ്രത്യാശയുടെ കിരണമാവാൻ നമുക്ക് സാധിക്കുന്നു, നമ്മളെ ഈ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളിക്കുന്നു എന്ന് പറയുന്നതിന് വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ ചിഹ്നം മൈക്കാണ്. ഞാൻ സംസാരിക്കുമ്പോൾ നമ്മുടെ ഒരു വ്യക്തിത്വമാണ് മറ്റൊരാളിലേക്ക് എത്തുന്നതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിലെ ഒരു നേതൃത്വ ഗുണത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വോട്ടിംഗ് ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തുക. ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് പല കാര്യങ്ങളും ഉപയോഗപ്പെടുത്താതെ പോകുന്നതുകൊണ്ടാണ് ഇത്ര ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാഷ്ട്രത്തിൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ജനങ്ങളിലേക്ക് എത്താത്തത്. പലപ്പോഴും നമുക്ക് ശരിയായ പ്രയോജനം പല കാര്യങ്ങളിൽ നിന്ന് ലഭിക്കാത്തത്. അതുകൊണ്ട് വളരെ ആലോചിച്ച് ശരിയായ നേതൃത്വം നമ്മൾ തന്നെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ജനാധിപത്യ രാഷ്ട്രമായ ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്ന ഒരു അനുഗ്രഹമാണത്. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ടിംഗ് എന്ന് പറയുന്ന ഒരു അനുഗ്രഹം ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തുക. എല്ലാ നേതൃത്വ ഗുണത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വോട്ട് ചെയ്യേണ്ട ചിഹ്നം മൈക്കാണ്. എൻ്റെ സീരിയൽ നമ്പർ 59 ആണ്. മറക്കണ്ട, ചിഹ്നം മൈക്കാണ്, സീരിയൽ നമ്പർ 59 ആണ്. എൻ്റെ ചിഹ്നത്തെക്കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നാലും ശരിക്കും ചെറിയൊരു ശബ്ദത്തെ പോലും വലിയ ശബ്ദമായിട്ട് ശ്രോതാക്കളിലേക്ക് എത്തിക്കാൻ കഴിവുള്ള ഒരു ഉപകരണമാണ് മൈക്ക്. എനിക്കും അറിയാം, നിങ്ങൾക്കും അറിയാം. പലപ്പോഴും നമ്മളൊക്കെ ചിന്തിച്ചിട്ടുണ്ടാവും, ടി വിയിൽ ഒരു ദൃശ്യം കണ്ടാലോ അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ നടന്നു പോകുന്ന ഒരു പൊതുനിരത്തിലൂടെ പോകുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ദൃശ്യം കണ്ടാലോ ആ അനീതിക്കെതിരെ പ്രതികരിക്കണമെന്ന് നമുക്ക് തോന്നും. പക്ഷെ പലപ്പോഴും പലരും പല സാഹചര്യ സമ്മർദ്ദങ്ങൾ മൂലം അത് ഒഴിവാക്കുകയാണ്. പ്രതികരിക്കേണ്ട, നമ്മുടെ കാര്യം അല്ലല്ലോ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് നമ്മൾ അങ്ങനെ ഒഴിഞ്ഞു പോകുന്നത്? പലപ്പോഴും പല പീഡകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ ഒരു സമ്മർദ്ദം മൂലം തന്നെയാവാം. പക്ഷെ അത്തരത്തിൽ അനീതികൾക്കെതിരെ ശരിയായ സമയത്ത് പ്രതികരിക്കാൻ ഒരു മൈക്ക് എങ്ങനെ നമ്മളെ സഹായിക്കുന്നത്? ചെറിയൊരു ശബ്ദത്തിനെ വലിയൊരു ശബ്ദമാക്കി ജനങ്ങളിലേക്ക് എത്തിക്കാൻ എങ്ങനെ സഹായിക്കുന്നു? അതുപോലെ എനിക്ക് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്. നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റാത്തത് എന്നിലൂടെ പ്രതികരിക്കാനും നേതാക്കളെ നമുക്ക് നേതൃത്വത്തെ അറിയിക്കുവാനും എല്ലാ നേതാക്കൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ പ്രതികരിക്കാൻ പല സാഹചര്യങ്ങളും ഉണ്ടാവും. പക്ഷെ നമുക്ക് പ്രതികരിക്കേണ്ടത് ശരിയായ രീതിയിൽ അറിയിക്കേണ്ടവരെ അറിയിക്കേണ്ട സമയത്ത് അറിയിക്കുകയും അതിന് പരിഹാരം വേണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എന്നിലൂടെ അത് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് എന്ന ഈ കൊച്ചു കുടക്കീഴിൽ നമുക്ക് ഒത്തുചേരാം. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. മൈക്ക് എന്ന ചിഹ്നം മറക്കണ്ട, ഒപ്പം 59 എന്ന സീരിയൽ നമ്പറും.
അപ്പോൾ നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഞാൻ കാര്യക്ഷമതയോടെ കൂടെ ഉണ്ടാവുമെന്ന ഉറപ്പോടുകൂടി വിടവാങ്ങുന്നു. ജയ് ഹിന്ദ്, ജയ് യൂത്ത് കോൺഗ്രസ്.